പ്രൈസ് ദി ലോർഡ്. നമുക്ക് എഫേസ്യരുടെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 14, 15, 16 വാക്കും വായിക്കാം. അതിനിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേര് പറയുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടുന്നു. അകത്തെ മനുഷ്യൻ എങ്ങനെയാണ് ബലപ്പെടേണ്ടത്? ഇത് നമുക്ക് കാണാം. ആത്മാവിനാൽ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വികാരങ്ങളെയും ചിന്തകളെയും നമ്മുടെ എല്ലാ കാര്യങ്ങളെയും എല്ലാ ഉദ്ദേശങ്ങളെയും അധികം ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് അകത്തെ മനുഷ്യൻ ബലപ്പെടുത്തുക എന്ന് പറഞ്ഞത്. ദൈവിക ശക്തി വലിയ അളവിനാൽ നമ്മുടെ ശരീരത്തിലും നമ്മുടെ മനസ്സിലും ആവസിക്കേണ്ടതാണെന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ നമുക്ക് ക്രിസ്തു തൻ്റെ സാന്നിധ്യവും നമ്മുടെ ഹൃദയങ്ങളിൽ സ്ഥാപിക്കുവാൻ ഇടയാകും. ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമ്മുടെ ഹൃദയം. 2, ദൈവത്തോടും ക്രിസ്തുവിനോടും മറ്റുള്ളവരോടുള്ള സ്നേഹത്തിൽ നമുക്ക് അടിസ്ഥാനപ്പെട്ട് വേരൂന്നുവാൻ സാധിക്കും. 3, നമ്മോടുള്ള ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ നമ്മുടെ മനസ്സിലും അനുഭവത്തിലും ആഴത്തിൽ ഗ്രഹിക്കുവാൻ കഴിയും. 4, ദൈവത്തിൻ്റെ സകല നിറവിനോളം നിറഞ്ഞു വരുവാൻ നമുക്കിടയാകും. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവം വളർച്ച നമ്മുടെ ഉള്ളിലെ എപ്പോഴും ഉണ്ടായിരിക്കുമെന്നാണ് നമുക്കത് കാണാൻ കഴിയും. അകത്തെ മനുഷ്യൻ ശക്തിയോടെ വളരണമെങ്കിൽ ദൈവവചനം ഭക്ഷിക്കണം, ആത്മാവിനാൽ നാം നിറയണം, അഭിഷേകത്താൽ നിറയണം, ആത്മാവിൻ്റെ വലിയ ശക്തി നമ്മളിൽ ഏറ്റെടുക്കണം. നമ്മൾ വിശുദ്ധിയോടും വേർപാടോടും ദൈവത്തിൻ്റെ സന്നിധിയിൽ എങ്ങനെ നിൽക്കണമോ അപ്രകാരം നിൽക്കത്തക്കണം ദൈവം നമ്മളെ പ്രാപ്തരാക്കുമെന്നാണ് ഈ ദൈവത്തിൻ്റെ വചനത്തെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനുശേഷം നമ്മൾ കാണാൻ കഴിയുന്നുണ്ട് 13-ാം വാക്യത്തിൽ കാണുന്നുണ്ട്. 17-ാം വാക്യത്തിൽ ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണം. ഇപ്പോൾ ക്രിസ്തുവിൻ്റെ വിശ്വാസത്താൽ നമ്മളുടെ ഹൃദയങ്ങളിൽ വാഴാനായിട്ട് വരം നൽകണം. 20-ൽ കാണുന്ന അത്യന്തം പരമായി പ്രാർത്ഥനയിൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും അധികമായി ദൈവം നമുക്ക് തരുവാൻ ശക്തനായ ദൈവത്തെയാണ് നമ്മൾ വിളിക്കുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. നമുക്ക് വേണ്ടി മാത്രമല്ല, നാം സങ്കല്പിക്കുന്ന ഇതിലധികമായി ദൈവം നൽകി തരും. വാഗ്ദത്തം വ്യവസ്ഥയ്ക്ക് വിരോധമായി നമ്മുടെ ജീവിതങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും ശക്തിയും കൃപയും വ്യാപരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. 1-19 കാണുന്നുണ്ട്, ഐക്യതയെ കാത്തുകൊള്ളുക. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഐക്യത ഉള്ളവരായിരിക്കണമെന്നാണ് ദൈവസഭയിലും കുടുംബങ്ങളിലും നമ്മളായിരിക്കുന്ന മേഖലകളിലെല്ലാം നമ്മൾ ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആത്മാവിൻ്റെ വലിയൊരു അളവ് നമ്മുടെ മേൽ ദൈവം പകർന്നു തരുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല കുടുംബത്തിനും പേര് പറയാൻ കാരണമായ ദൈവത്തിൻ്റെ സന്നിധി അല്ലെങ്കിൽ പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം